ഹലോ, ഇന്നൊരു സൺഡേ വ്ളോഗാണ്. അഗമോ എണീറ്റില്ല കേട്ടോ. എന്തായാലും ഞാൻ എണീറ്റ് കുറച്ച് എന്തായാലും എൻ്റെ കയ്യെല്ലാം എണീറ്റ് പോകും. ഇവിടെ എനിക്ക് ഏട്ടനൊക്കെ ഒരുപോലെ ഇഷ്ടമുള്ളൊരു കറിയാണ് മുട്ട റോസ്റ്റ്. അപ്പം ഇന്ന് രാവിലെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് കരുതി. പിന്നെ ചപ്പാത്തിയും. മുട്ട റോസ്റ്റിനുള്ള ഉള്ളി കാക്കി വെച്ചതിന് ശേഷം വാതിലൊക്കെ തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഇത് അഗമോ എണീറ്റ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, എണീറ്റ് പോന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ഞാൻ വയ്യാൽ ആൾ എണീറ്റ് പോകും. പിന്നെ ഞാൻ നല്ലൊരു അബദ്ധം ചെയ്ത് എനിക്ക് ഈ കുഞ്ഞമ്മത്തി കണ്ടാൽ എന്താണെന്ന് അറിയില്ല, എൻ്റെ കൈ അങ്ങോട്ട് പോകും. അപ്പം കേദറ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കറിയൊക്കെ. അപ്പോൾ ഈ കുഞ്ഞമ്മത്തി കണ്ടപ്പം പൊരിക്കാലോ എന്ന് കരുതി വാങ്ങിച്ചതാണ്. നല്ല ചെറുത്, നമ്മളെ നെത്തലിനെക്കാട്ടൊക്കെ ചെറുപ്പം തോന്നുന്നുണ്ട്. അതിൽ നമ്മളെ ചെതുമ്പലൊന്നും പോക്കാനില്ല, എന്നാൽ കൂടി വൃത്തിയാക്കാൻ നല്ല ബുദ്ധിമുട്ട്. പക്ഷേ ഇതിന് കഴിഞ്ഞ ആഴ്ചയല്ല, അതിന് മുന്നത്തെ ആഴ്ച ഇതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ തീരെ കൊള്ളൂല. ഒന്ന് ഉച്ചക്കത്തേക്ക് ഇപ്പോൾ പച്ചക്കറി ആയിട്ട് മുരിങ്ങൻ്റെ ഇത് ഇടക്കൊക്കെ ഓന് വെച്ച് കൊടുത്തെല്ലാം നന്നാക്കി തരലുണ്ട്. പക്ഷെ ഇന്നലെ മൂപ്പർക്ക് വെച്ചതേ ഓർമ്മയുള്ളൂ. പിന്നെ മൂപ്പര് വേഗം എണീറ്റ് പോകുന്നു. അങ്ങനെ കുറച്ച് നന്നേ കേടായിട്ടുള്ള മത്തി ഉണ്ടായിരുന്നു. അത് പിന്നെ പൂച്ചക്ക് ഇട്ട് കൊടുത്ത്. പൂച്ച പ്രഗ്നൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ മൂപ്പർക്ക് നല്ല വിശപ്പുണ്ടെന്നാണ് തോന്നുന്നുണ്ട്. അങ്ങനെ കിടന്നുറങ്ങനെ ഏട്ടനെ കുത്തിണീപ്പിച്ചിട്ട് എല്ലാവരും കൂടെ ചായ കുടിച്ചു. ചായ ചില നേരം എനിക്ക് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പാല് വാങ്ങിക്കട്ടെ. ചായയും കാപ്പിയും സ്ഥിരം കുടിക്കാറില്ല, എപ്പോഴെങ്കിലും തോന്നിയാൽ മാത്രം. അപ്പം ഇന്ന് ചായയൊക്കെ കാച്ചിട്ടുണ്ടായിരുന്നു. കറി വേഗം ആക്കാലോ വെച്ചിട്ട് കുറച്ചെടുത്ത് നന്നാക്കി വേഗം കറി ആക്കിയിട്ടുണ്ട്. ഇനി ബാക്കി ഞാൻ നന്നാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ട് കറി വെക്കാൻ. രാവിലത്തെ ചായ കഴിഞ്ഞ് പിന്നെ പുറത്തേക്ക് പോയി ആൾക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.